ഇന്നത്തെ വീഡിയോയില് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാല്യൂസ് ആണ് പഠിപ്പിച്ചിരുന്നത്. അതായത് 5ാമത്തെ പാഠം ട്രിഗോണോമെട്രിയിലെ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് വാല്യൂസും കാര്യങ്ങളും. എന്റെ സ്റ്റുഡൻസ് എപ്പോഴും എന്നോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഈ sin 60 cos 30 ഇതിന്റെ ഒക്കെ വാല്യൂസ് എങ്ങനെ നമ്മൾ കാണാതെ പഠിക്കുന്നുള്ളത്. അപ്പൊ അവർക്കൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കും പഠിപ്പിച്ചിരുന്നത്. യു ആർ വാച്ചിങ് ഡോൺവുഡ്, വെൽക്കം ടു അനദർ വീഡിയോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 5 ഫിംഗർ ട്രിക്സ് അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പഠിപ്പിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ട്രിഗോണോമെട്രിക് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 സൈന്, കോസ്, ടാൻ. വേറെ 3 കൂടിയുണ്ട്, സീക്ക്, കൊസീക്ക്, കോട്ട്. ഈ 3 പറയുന്നത് ആദ്യത്തെ 3 റെസിപ്രോക്കൽ ആയിരിക്കും, അതായത് വിക്രമാണ്. അപ്പൊ നമുക്ക് ഈ 3 തന്നെ പഠിച്ചാൽ ബാക്കി 3 കിട്ടും. 10ാം ക്ലാസ്സിലേക്ക് കാര്യമായിട്ട് ഈ ഫസ്റ്റ് 3 പഠിച്ചാൽ മതി. പിന്നെ +1 +2 ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ 6 ഫംഗ്ഷന്റെയും വാല്യൂസ് അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ബേസിക് ആയിട്ടുള്ള ആംഗിൾസിന്റെ വാല്യൂസ് പഠിപ്പിച്ചു തരാണ്. ഏതൊക്കെയാണ് ബേസിക് ആംഗിൾസ്? 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഏതൊക്കെയാണ്? 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. 5 ആംഗിൾസ്. ഈ 5 ആംഗിൾസിന്റെ സൈന്റെ വാല്യൂ എത്രയാണ്, കോസിന്റെ വാല്യൂ എത്രയാണ്, ടാന്റെ വാല്യൂ എത്രയാണ്, അതാണ് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം സൈന്റെ വാല്യൂ കാണാം. സൈൻ 0 എത്രയാണ്, സൈൻ 30 എത്രയാണ്, അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു 5 ഫിംഗർ ട്രിക്സ് ആണെന്നുള്ളത്. അപ്പൊ എന്താണ് സംഭവം ഞാൻ പഠിപ്പിച്ചു തരാം. ഈ 5 ഫിംഗർ എല്ലാവരുടെ കയ്യിലും 5 വിരലുണ്ടാകും. അപ്പൊ ഈ 5 വിരല്, ആ 5 വിരലിലെ ഓരോ വിരലിനും ഓരോ ഫിംഗറിനും നമ്മൾ ഓരോ ആംഗിൾസിന് കൊടുക്കുക. അതായത് ഇതേ ഓർഡറിൽ തന്നെ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. തംസിന് 0, പോയിന്ററിന് 30 ഡിഗ്രി, മിഡിൽ ഫിംഗറിന് 45 ഡിഗ്രി, റിംഗ് ഫിംഗറിന് 60 ഡിഗ്രി, പിങ്കിക്ക് 90 ഡിഗ്രി. ഓക്കെ, നമ്മൾ ആദ്യം സൈനിന്റെ വാല്യൂ ആണ് കാണുന്നത്. ഈ സൈൻ 0 ഡിഗ്രി എങ്ങനെ കാണാന്ന് പറയാം, അതേപോലെ തന്നെ സൈൻ 30 എങ്ങനെ കാണാൻ പറയാം. അപ്പൊ ഞാൻ ആദ്യം സൈൻ 30 പഠിപ്പിച്ചാൽ അത് കഴിഞ്ഞിട്ട് ബാക്കി നാളെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എല്ലാവരും ഒരേപോലെ തന്നെയാണ്. ഇതിന് ആദ്യം ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ സിമ്പിൾ ആണ്. റൂട്ട് നമ്പർ ഓഫ് ഫിംഗേഴ്സ് ഡിവൈഡഡ് ബൈ 2. ഇനി എന്താണ് നമ്പർ ഓഫ് ഫിംഗേഴ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സൈൻ 30 ആണ് കാണുന്നത്. അപ്പൊ സൈൻ 30 എടുക്കുമ്പോൾ ഈ വിരല് നമ്മൾ എന്ത് ചെയ്യണം, അത് 30 ഈ വിരല് നമ്മൾ മടക്കി വെക്കുക. അതിനുശേഷം അതിന്റെ തൊട്ടിപ്പുറത്ത് എത്ര ഫിംഗേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പൊ സൈൻ 30 മടക്കി, അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 1. അപ്പോ നമ്പർ ഓഫ് ഫിംഗേഴ്സ് ലെഫ്റ്റ് അതാണ് സൈന്, റൈറ്റ് ആണെങ്കിൽ കോസ്. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം സൈന്. അപ്പൊ ഇടത്തെ ഭാഗത്തുള്ളത് എത്ര? 1. അപ്പൊ സൈൻ 30 എന്ന് പറയുന്നത് റൂട്ട് എന്താണ്, നമ്പർ ഓഫ് ഫിംഗേഴ്സ് 1 ഡിവൈഡഡ് ബൈ 2. സൈൻ 30 കിട്ടി. ഇനി അതേപോലെ സൈൻ 45 ആണ്. ഇതാണ് 45ന്റെ ഫിംഗർ. അപ്പൊ എന്ത് ചെയ്യണം, ആ ഫിംഗർ മടക്കുക. അതിനുശേഷം ഇടത്തോട്ട് എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 1, 2. 2 വിരലാണ് ഇതിന്റെ ഇടത്തെ ഭാഗത്തുള്ളത്. അപ്പൊ 1, 2. അപ്പോ നമ്പർ ഓഫ് ഫിംഗേഴ്സ് എത്രയാണ്? 2. അപ്പൊ √2/2 അതാണ് എന്ത്? 45. സൈൻ 60 എത്രയാണ്? നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റുന്നുണ്ടാവും. 1, 2, 3 √3/2. ഇവിടെ സൈൻ 90 എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഫിംഗേഴ്സ് ഉണ്ട് ലെഫ്റ്റിലോട്ട്. അപ്പൊ √4/2. അങ്ങനെയാണെങ്കിൽ 0 എത്രയാണ്? 0. സൈൻ 0 പറയുന്നത് ഇടത്തോട്ട് വിരലുകളില്ല, അതിനർത്ഥം 0. അപ്പൊ 0 ഫിംഗേഴ്സ്. അപ്പൊ √0/2. ഇതാണ് സൈനിന്റെ വാല്യൂസ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ വാല്യൂസ് തന്നെ, അതായത് ഇതിനെ ചെറുതാക്കാൻ വേണമെങ്കിൽ അത് ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെ ചെറുതാക്കുക എന്നുള്ളത്.
ചെറുതാക്കാതെ ഇതര വാല്യൂസ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ, അതായത് ഇക്വേഷനിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിനെ ചെറുതാക്കിയിട്ടുള്ള രൂപ ഞാൻ കാണിച്ചു തരാം. √0 എത്രയാണ് √0? അതായത് ഈ എത്ര നമ്പേഴ്സ് ഉണ്ടെങ്കിലും അതിൽ ആകെ 2 നമ്പേഴ്സിന്റെ സ്ക്വയർ മാത്രമാണ് അതേ നമ്പർ ആയിട്ട് കിട്ടുന്നത്. ഏതൊക്കെയാണ്? 0യും 1ഉം. 1ന്റെ സ്ക്വയറും 1 ആണ്, 0ന്റെ സ്ക്വയർ 0 ആണ്. അത് രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ 0ന്റെ റൂട്ട് എത്രയാണ്? 0. അപ്പൊ 0/2 കിട്ടി. ഇനി 0/2 എത്രയാണ്? പലർക്കുള്ള ഡൗട്ട് ആണത്. അതായത് 0/2 അല്ലെങ്കിൽ 2/0. ഇങ്ങനെ ഇത് രണ്ടും വന്നാൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അത് ഞാനൊന്ന് മനസ്സിലാക്കി തരാം. എല്ലാവർക്കും അറിയാം ഇത് ഏതോ ഒന്ന് 0 ആണെന്ന്. ഇതാണോ 0 അല്ലെങ്കിൽ ഇതാണോ 0 എന്നുള്ളത് അറിയില്ല. അത് സംഭവം വെച്ചാൽ ഇത് ഡിവിഷൻ എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ 2/0 ആണ്, ഇവിടെ 0/2 ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2ൽ എത്ര 0 ഉണ്ടെന്നും ഇവിടെ 0ൽ എത്ര 2 ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു നമ്പറായിട്ട് 10 എടുക്കാം. 10നെ ഏതെങ്കിലും ഒരു ചെറിയ നമ്പർ കൊണ്ട്, 10നേക്കാളും ചെറിയൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 10ൽ എത്ര 9 ഉണ്ട് എന്നാണ് ചോദ്യം. നമുക്കറിയാം 1 ഉണ്ടാകും. 10ൽ എത്ര 5 ഉണ്ട്? 2 ഉണ്ടാവും. അതായത് ഈ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യയെക്കാളും വലുതാണ് മുകളിലെങ്കിൽ ഉറപ്പായാലും അതിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ താഴത്തുള്ള സംഖ്യ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് 2ൽ എത്ര 0 ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ 2നേക്കാളും ചെറിയ സംഖ്യയാണ് 0. അപ്പൊ 0 എന്തായാലും 2ൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഉത്തരം 1 ആണോ? അല്ല. 1 0 0 ആണ്. 2ലോട്ട് എത്തിയിട്ടില്ല. 2 ആണോ? 2 0 0 തന്നെയാണ്. 2 ആയിട്ടില്ല. അപ്പൊ നമുക്ക് 2 100 0 തന്നെയാണ്. വീണ്ടും 2ലോട്ട് എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് ഈ വാല്യൂ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാം. എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫിനിറ്റി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയാം. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? 0ൽ എത്ര 2 ഉണ്ട്? 0നേക്കാളും വലിയ സംഖ്യയാണ് 2. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 0ൽ ഒരു പ്രാവശ്യം പോലും 2 ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 0ൽ 2 ഉള്ളത് 0 പ്രാവശ്യമാണ്. 0ൽ 2 ഇല്ല. അപ്പൊ 2 × 0 0. അപ്പൊ നമുക്ക് ഇവിടെ 0/2 = 0 കിട്ടും. അപ്പോ sin 0 എന്ന് പറഞ്ഞാൽ √0/2 0 കിട്ടി. ഇനി അടുത്തത് sin 30 എന്ന് പറയുന്നത് √1/2 ആണ്. √1 എത്ര? √1ഉം 1 ആണ്. √0 പറയുന്നത് 0 ആണ്. രണ്ടും ഒരേപോലെ വരുന്നത്. അപ്പൊ വേണ്ട 1/2. ഇനി sin 45 √2/2 എന്ന് വന്നു. √2/2. അപ്പൊ ഇവിടെ 2 എന്ന് പറയുന്നത് √2ന്റെ സ്ക്വയർ ആണ്. √2 × √2 ആണ് എന്ത്? 2 വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ √2/2 √2 ഡിവൈഡഡ് ബൈ 2നെ മാറ്റിയിട്ട് √2 × √2 എന്ന് എഴുതാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. √2 × √2 ആണ് 2. 2ന്റെ റൂട്ട് √2. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതും വെട്ടി ചെയ്തിട്ട് ഇവിടെ 1 എഴുതാം. അപ്പൊ √2/2 എന്ന് പറയുന്നത് 1/√2. ഓക്കെ. അപ്പോ √2/2 1/√2. sin 60 √3/2. ഇവിടെ sin 90 എന്ന് പറയുന്നത് √4/2 ആണ്. അപ്പൊ √4/2. √4 എന്ന് പറയുന്നത് 2. അപ്പോ sin 90 എന്ന് പറയുന്നത് 2/2 = 1. 2ൽ എത്ര 2 ഉണ്ട്? ഒരു പ്രാവശ്യം. അപ്പൊ നമുക്ക് ഇവിടെ സൈനിന്റെ വാല്യൂസ് കിട്ടിയിട്ടുണ്ടാവും. sin 0 0, sin 30 1/2, sin 45 1/√2, sin 60 √3/2, sin 90 1. അടുത്ത ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയിട്ടുള്ള കോസിന്റെ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഈ സൈന് പോലെ തന്നെയാണ് കോസും, വലിയ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു? √NF / 2, നമ്പർ ഓഫ് ഫിംഗേഴ്സ് ബൈ 2. അത് തന്നെയാണ് ഇവിടത്തെ ഇക്വേഷൻ. ഇവിടത്തെ പ്രശ്നം എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലാണ് നോക്കുന്നത്. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അതിന് ലെഫ്റ്റിലോട്ട് നോക്കുന്നത് സൈനും റൈറ്റിലോട്ടുള്ളത് കോസും. ഇത് സൈന്, അപ്പുറത്തുള്ളത് കോസ്.
ഞാൻ ഇനി പറഞ്ഞുതരാം. ആദ്യം കോസ് 0 കാണാം. കോസ് 0 എത്രയായിരിക്കും നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 0 പറയുന്ന ഫിംഗർ ഏതാണ്? ഇത് 0, 30, 45, 60, 90. ഇത് കൺഫ്യൂഷൻ ഇല്ല, കാരണം ഇൻക്രീസിംഗ് ഓർഡറിലാണ് പോകുന്നത്. അപ്പോ ഈ 0 മടക്കി കോസ് ആണ് റൈറ്റ് സൈഡിലോട്ടുള്ളത്. അപ്പൊ റൈറ്റിൽ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 1, 2, 3, 4. അപ്പോ √4 ഡിവൈഡഡ് ബൈ 2. റൂട്ട് നമ്പർ ഓഫ് ഫിംഗേഴ്സ് ഡിവൈഡഡ് ബൈ 2 ആണ്. ഇനി കോസ് 30 പറയുമ്പോൾ ഏത് വരല്? ഈ വരല് മടക്കണം. അപ്പുറത്ത് എത്ര ഉണ്ട്? 3 വരലുണ്ട്. അപ്പൊ 3 ഫിംഗേഴ്സ് ആയതുകൊണ്ട് കോസ് 30 പറയുന്നത് √3/2. മിഡിൽ മടക്കുക, 45 മടക്കുക. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ എത്ര ഉണ്ട്? 2 √2/2. ഇനി കോസ് 60 എത്രയാണ്? റിംഗ് ഫിംഗർ ആണ് മടക്കേണ്ടത്. അതായത് 0, 30, 45, 60. ഇത് മടക്കി റൈറ്റ് സൈഡിൽ എത്ര ഉണ്ട്? 1. അപ്പൊ √1/2 90. പിങ്കി മടക്കി റൈറ്റ് സൈഡിൽ ഒന്നുമില്ല. √0/2. ഇതാണ് കോസിന്റെ വാല്യൂസ്. √4/2 എത്രയാ? √4 പറയുന്നത് 2. അപ്പൊ 2/2 1. നേരത്തെ സൈഡിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു. കോസ് 30 ഡിഗ്രി എത്രയാ? √3/2. കോസ് 45 എത്രയാണ്? √2 ഡിവൈഡ് ബൈ 2. അത് ഞാൻ പറഞ്ഞു 2നെ √2 × √2 ആക്കുക. √2 ക്യാൻസൽ ആയ 1/√2 കിട്ടും. കോസ് 60 പറയുന്നത് 1/2 √1 = 1. ഇനി കോസ് 90 √0 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. 0/2. 0 2നേക്കാൾ ചെറിയ സംഖ്യയാണ്. അപ്പൊ 0ൽ എത്ര 2 ഉണ്ട്? 0. അപ്പോ കോസ് 90 = 0 കിട്ടി. ഇതാണ് കോസിന്റെ കാണാനുള്ള മെത്തേഡ്. മൂന്നാമത്തെ ഫംഗ്ഷൻ ടാൻ ആണ് പഠിക്കുന്നത്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ. അപ്പൊ സൈന്റെ വാല്യൂ പഠിച്ചു, കോസിന്റെ വാല്യൂ പഠിച്ചു. നിങ്ങൾക്ക് ടാൻ തീറ്റ കാണാൻ സൈന്റെ വാല്യൂവിനെ കോസിന്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി 5 ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ടുള്ള ടാന്റെ വാല്യൂ എങ്ങനെ കാണാൻ ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, സൈൻ ഡിവൈഡ് ബൈ കോസ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എത്രയാണ്? √ ലെഫ്റ്റ് ഫിംഗേഴ്സ് ഡിവൈഡ് ബൈ റൈറ്റ് ഫിംഗേഴ്സ്. അതായത് ലെഫ്റ്റ് ഉള്ള ഫിംഗേഴ്സിനെ റൈറ്റ് ഉള്ള ഫിംഗേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ടാൻ കിട്ടും. എങ്ങനെയാണ്? ടാൻ 0 എവിടെയാണ്? 0. ഇതാണ് 0. 0ന്റെ ലെഫ്റ്റിലുള്ള എത്രയാണ്? 0. റൈറ്റിലുള്ള എത്രയാണ്? 4. അപ്പൊ റൂട്ടിനുള്ളിൽ 0/4. ടാൻ 30 ഏതാ നടക്കേണ്ടത്? പോയിന്റിംഗ് ഫിംഗർ. ഇത് എത്രയാ? ഇവിടെ 1, ഇവിടെ 3. അപ്പൊ √1/3. ടാൻ 45 മിഡിൽ ഫിംഗർ മടക്കണം. ഇപ്പുറത്ത് എത്ര ഉണ്ട്? 2. അപ്പുറത്തോ 2. ടാൻ 60 റിംഗ് ഫിംഗർ മടക്കി. ഇപ്പുറത്ത് 1, 2, 3. റൈറ്റ് സൈഡിലാണെങ്കിലോ 1. അപ്പൊ √3/1. ഓക്കെ. ടാൻ 90 ഡിഗ്രി. ഈ ഫിംഗർ മടക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 1, 2, 3, 4. √4 ഡിവൈഡ് ബൈ റൈറ്റ് സൈഡിൽ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 0. √4/0 വരും. അപ്പൊ ടാൻ 0 എത്രയാണ്? √0/4. √0/4 പഠിപ്പിച്ചു. 0ല് എത്ര 4 ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ 0ത്തിൽ എത്ര 4 ഉണ്ട്? 4ആണ് വലിയ സംഖ്യ. അപ്പൊ 0ത്തിൽ ഒരു 4 ഇല്ല. അപ്പൊ √0/4 എന്ന് പറയുന്നത് √0 എന്ന് പറയുന്നത് 0. √1/3 എന്ന് പറഞ്ഞാൽ √1/√3 ആണ്. √1/√3 ആണ്. √1 എത്രയാ? 1. അപ്പോ 1/√3 ആണ്. ടാൻ 30. ടാൻ 45 2/2 1. അപ്പൊ √1 = 1. ടാൻ 60 √3/1. അപ്പോ 3/1 എന്ന് പറയുന്നത് 3. ടാൻ 60 ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം? √3 എഴുതാം. ടാൻ 90 4/0. ഓക്കെ. 4/0. 4ൽ എത്ര 0 ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4ൽ എത്ര 0 ഉണ്ട്? 4ആണ് വലിയ സംഖ്യ. അപ്പോ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് കൺഫേം ആയി. 4 ഒരു 0 ആണോ? അല്ല. 2 0 ആണോ? അല്ല.
എത്ര പൂജ്യം നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ നോട്ടിഫൈ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന് പറയാം. അപ്പോ √4/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി, tan 90 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി. അപ്പൊ tan 0 0, tan 30 1/√3, tan 45 1, tan 60 √3, tan 90 = ഇൻഫിനിറ്റി. വീഡിയോ തുടങ്ങുമ്പോ കുറച്ച് ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല തോന്നുന്നു. ഇതാണ് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം നമുക്ക് എങ്ങനെ പെട്ടെന്ന് നോക്കാന്നുള്ളത് കാണിക്കാം. റാൻഡ് ആയിട്ടുള്ളതാണ് എഴുതിയിട്ടുള്ളത്. ആദ്യം sin 30 എന്ന് പറയുമ്പോൾ ഏത് വിരലാണ് മടക്കേണ്ടത്? 0 30 ഈ വിരല് പോയിന്റർ മടക്കണം. പോയിന്റർ മടക്കി സൈൻ ആണ് ലെഫ്റ്റ് ആണ് നോക്കേണ്ടത്. അപ്പോ √1/2 എന്ന് പറയുമ്പോൾ 1/2. അടുത്ത ഏതാണ്? tan 45. tan 45 പറയുന്നത് ഏതാങ്കിലാണ്? ഇത് tan എന്ന് പറയുന്നത് ലെഫ്റ്റ് ഫിംഗേഴ്സ് ഡിവൈഡ് ബൈ റൈറ്റ് ഫിംഗേഴ്സ്. ലെഫ്റ്റിൽ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 2. റൈറ്റിൽ എത്ര ഉണ്ട്? 2. 2/2. അപ്പോ √2/2 എന്ന് പറയുന്നത് എത്രയാണ്? 1. അപ്പൊ tan 45 എന്ന് പറയുന്നത് 1. അടുത്തത് ഏതാണ്? cos 60. 0 30 45 60. റിംഗ് ഫിംഗർ മടക്കണം. റിംഗ് ഫിംഗർ മടക്കിയാൽ cos ആണ് എടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡിൽ. എത്ര ഉണ്ട്? 1 ഫിംഗർ. അപ്പൊ √1/2 ആണ്. √1/2 ആണ്. അപ്പോ √1 എന്ന് പറയുന്നത് 1/2. ഇനി cos 0 എന്ന് പറയുന്നത് ഈ ഫിംഗർ ആണ്. ഇത് മടക്കി റൈറ്റ് സൈഡിൽ എത്ര ഉണ്ട്? 1 2 3 4 4 ഇപ്പൊ √4/2 എന്ന് പറഞ്ഞാൽ √4 എത്രയാണ്? 2. 2/2 1. sin 90 എന്ന് പറയുന്നത് ഇവിടെ വരും. തൊട്ടിപ്പുറത്ത് ലെഫ്റ്റിലോട്ടാണ് നോക്കേണ്ടത്. സൈൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ്, കോസ് എന്ന് പറയുന്നത് റൈറ്റ്. ആദ്യം സൈന് പിന്നെ കോസ്, അങ്ങനെയാണല്ലോ. അപ്പോ കോസ് 90 അല്ല sin 90. അപ്പോ ലെഫ്റ്റിലോട്ട് എത്ര ഉണ്ട്? 1 2 3 4. അപ്പോ √4/2 എന്ന് പറയുന്നത് 2/2 എന്ന് പറയുന്നത് 1. നിങ്ങൾക്ക് അങ്ങനെ ഏത് വാല്യൂസും, അതായത് ഇപ്പോ 5 ആണെങ്കിൽ 3 ഫംഗ്ഷൻ ആണ് ഉള്ളത്, 15 വാല്യൂസ്. ഇനി ഇതിന്റെ ഒക്കെ എന്താ റെസിപ്രോക്കൽ ആണ് സീക്ക്, കൊസീക്ക്, കോട്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതും ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക. പത്തി പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക.